കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആദ്യ പാലം മണിത്തറയിലേക്കുള്ള നേരിട്ടുള്ള ദർശനത്തിനുള്ളതാണ്. അതായത് അടുത്ത് നിന്ന് ദർശനം ലഭിക്കും. രണ്ടാമത്തെ പാലത്തിൽ വരുന്നതിനാൽ തൊട്ട് അടുത്ത് നിന്നുള്ള ദർശനം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദർശനം ലഭിക്കും. ഇനി വൈശാഖ മഹോത്സവം സമാപിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വർദ്ധിക്കുന്ന തിരക്ക് നിയന്ത്രിക്കേണ്ടത് നമ്മൾ പോകുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ തന്നെ തിരക്ക് നിയന്ത്രിതമാകും. ഞാൻ ഈ പറയുന്നത് ആരെയും വിമർശിക്കുകയോ ഒന്നും തന്നെയല്ല. ഞങ്ങൾ അന്ന് പോയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് ദർശനത്തിന് പോകുന്നവർക്കും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരും ആ പാലത്തിൽ കൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പാലത്തിൽ നമ്മൾ പോകുന്നവരെയും വരുന്നവരും ഒരു വശം ചേർന്ന് വന്നാൽ തിരക്ക് നിയന്ത്രിതമായി നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. അല്ലാതെ കുറച്ച് സ്ഥലം കണ്ടാൽ അവിടെ ഇടിച്ചു കയറി തടസ്സമുണ്ടാക്കി നിൽക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് കുറേ പേരുടെ സംശയമാണ് ആന എപ്പോഴാണ് എഴുന്നള്ളുന്നത് എന്നുള്ളത്. ഞങ്ങൾ പോയപ്പോൾ ഉച്ചയ്ക്ക് ഇത് ശീവേലി സമയത്താണ് ആന എഴുന്നള്ളിയത്. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമായിരുന്നു. കൊട്ടിയൂർ ഉത്സവം പുരാണങ്ങളിലും സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ്. ഐതിഹ്യം അനുസരിച്ച് പുരാതന ദക്ഷയാഗം നടന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ പത്നിയായ സതി യാഗാഗ്നിയിൽ സ്വയം ചാടി മരിക്കുകയും ആ മരണത്തിൽ കോപാകുലനായ ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗം നശിപ്പിക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ ശിവതാണ്ഡവമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഉൾപ്പെടെയുള്ള ദേവീദേവന്മാർ ശിവന്റെ സമീപം എത്തുകയും ചെയ്തു. അവരുടെ അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ സമ്മതിച്ചു. ദക്ഷന്റെ തല ചിന്നിച്ചിതറിയതിനാൽ ആടിൻ്റെ തല വെച്ചാണ് പുനർജീവിപ്പിച്ചത്. പിന്നീട് യാഗം നടന്ന ഭൂമിയിൽ ശിവൻ സ്വയംഭൂവായി ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത്. Hare